ഹലോ മുത്തുമണിയല്ല, എന്തൊക്കെ പാട് സുഖല്ലേ? അപ്പം നമ്മുടെ മമ്മൂക്ക വന്നതിന് ശേഷം, അതായത് പുള്ളി പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഒന്ന് രണ്ട് പിക്കൂട്ട് അതിൻ്റെ വീഡിയോസൊക്കെ വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ ഈ ദുൽഖറും മമ്മൂക്കയും എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഒരു സീനുണ്ട്. ഒരു ഒന്നൊന്നര സീൻ എന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ അതിൻ്റെ ഷോർട്ട് ഇട്ടിക്കണ്. ഒരു വേറെ വൈബ് സംഭവം. ആ വീഡിയോക്ക് പിന്നെ അതിന് ശേഷം അതെന്താണെന്ന് വെച്ചാൽ അതിന് ശേഷമുള്ളൊരു വീഡിയോ കൂടി വന്ന് ആ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യാം. അതായത് നമ്മുടെ പാട്രിയോട്ട് സിനിമയുടെ ലൊക്കേഷൻ ഹൈദരാബാദ് കഴിഞ്ഞതിന് ശേഷം അബുദാബി കൂടി ഷൂട്ടുണ്ട്. അബുദാബി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ലണ്ടനിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അബുദാബി കുറച്ച് ദിവസത്തെ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളൊക്കെ പാടെ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സംഭവമൊക്കെ ഒരു ഭയങ്കര ട്രെൻഡിങ് ആണ്. കാരണം ദുൽഖറൊക്കെ വേറെ ലെവലിലൊക്കെ വന്നിട്ട് മമ്മൂക്കൊക്കെ മുത്തം കൊടുക്കണ അതുപോലെ എല്ലാവരൊക്കെ ഹഗ് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിട്ട് അടിപൊളിയായിട്ട് ഒരു വീഡിയോ ഉണ്ടായി. അതിന് ശേഷം വേറെ മമ്മൂക്ക റേഞ്ച് റോവറിൽ റോയൽ എൻട്രായിട്ട് സലീം വില്ലയിലോട്ട് ഷാർജയിലുള്ള സലീം വില്ലയിലോട്ട് വരുന്ന ഒരു സീനുണ്ട്. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓഫ് സ്ക്രീനായാലും ഓൺ സ്ക്രീനായാലും വേറെ ലെവലാന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് പാട്രിയോട്ടിൻ്റെ ഇനി മമ്മൂക്കയുടെ കുറച്ച് സീൻസ് അബുദാബി ഷൂട്ടിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് ശേഷമേ അവർ ലണ്ടനിലോട്ട് പോകുള്ളൂ. ഇനി ഫുള്ള് മമ്മൂക്കയുടെ ഷൂട്ട് മാത്രമേ ബാക്കിയുള്ളൂ ലണ്ടനിൽ. അതുപോലെ മമ്മൂക്കയും കുഞ്ചാക്കോബിൻ്റെ സീൻസ് ഉണ്ട്. അതിന് ശേഷം അവർ തിരിച്ച് വന്നാൽ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിൽ മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര കോമ്പിനേഷൻ സീൻസാണ്. അതായത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീന് കാര്യങ്ങളൊക്കെ ഒരു സംഭവം. ഇതിൽ വേറെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയേ അല്ല. നമ്മളൊന്നും ടീസർ, അതായത് അതിൻ്റെ ടൈറ്റിൽ ടീസറിൽ കണ്ട ഒന്നുമല്ല. പടത്തിൻ്റെ ഒരു ഏകദേശം ഒരു രീതി അത്രയെന്നുള്ളൂ. പടത്തിൽ ഒരുപാട് സസ്പെൻസ് ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, എല്ലാം ഉൾക്കൊള്ളിച്ചാണ് അവർ സിനിമ അണിയിച്ചൊരുക്കുന്നത്. മമ്മൂക്കയാണ് ഇതിലെ നായകൻ കൂടി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ലാലേട്ടൻ അദ്ദേഹത്തിന് വേണ്ട അടിപൊളി ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ടാണ് ഇതിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മിലിറ്ററി ഒരു ഓപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ കാല് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ കാലും നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു പാട്രിയോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാജ്യസ്നേഹി, ഈ രാജ്യസ്നേഹിയായിട്ട് വരുന്നത് മമ്മൂക്കയാണ്. അതിന് കൂടെ തന്നെ നമ്മുടെ ലാലേട്ടൻ ഒരു മിലിറ്ററിക്കാരനായിട്ടാണ് വരുന്നത്, ലെഫ്റ്റനൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ഇവർ തമ്മിലുള്ള എന്താണ് ഇതിൻ്റെ സംഭവം, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഹാക്ക് ചെയ്യാൻ വന്ന ഓരോരുത്തരുള്ള ഓരോരോ കാര്യങ്ങളും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ നമുക്കിതിൻ്റെ ഒരു ട്രെയിലർ വരുമ്പോൾ ഏകദേശം നമുക്കതിൻ്റെ ഒരു ക്ലൂ കിട്ടും. അപ്പോൾ എന്തായാലും പാട്രിയോട്ടിൻ്റെ ഇപ്പോഴത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ദുബായിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഷാർജയിലാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു വമ്പൻ സിനിമയായിട്ട് ഇത് മാറാൻ വേണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി, മാക്സിമം ബെല്ലൈക്കൺ അടിച്ച് പൊടിച്ചോളി. ഓക്കെ.